അല്ല, ഇത് ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. സുരേഷ് ഗോപി പറയുന്നതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കരുത്. ഇത് സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല. BJPക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി പറയുന്ന കാര്യത്തിന്റെ ഓരോ സൂക്ഷ്മതലങ്ങളും നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ ജബൽപൂരിൽ നിയമപരമായ നടപടി എടുക്കും. മറ്റു ചോദ്യങ്ങളൊക്കെ ബ്രിട്ടാസ് അങ്ങ് വീട്ടിൽ പോയി വെച്ചാൽ മതി എന്നാണ്. അല്ല, ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ്. അല്ല, എനിക്കിപ്പം നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ സുരേഷ് ഗോപി എന്റെ ശത്രു ഒന്നുമല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിയോഗി മാത്രമാണ്. അദ്ദേഹം ശത്രുവായി കാണുന്ന പോലെയാണ് പെരുമാറുന്നത്. അല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നടന കലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം. നീ എന്താണ് വിചാരിച്ചത്? ഞങ്ങൾ പൊട്ടന്മാരാന്നാ? ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട്, അല്ലെങ്കിൽ ഉഷിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കും. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇയാളെ കൊണ്ട് വലിയ ശല്യമായില്ല. പക്ഷെ എനിക്ക് എന്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്കുണ്ട്. പൊട്ടന്ന ലോക പൊട്ടനാണ്. വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. മോന്ത കണ്ടില്ല, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. പക്ഷെ ആ മിത്രം ഇന്ന് കൊച്ചിയിൽ വളരെ മോശമായിട്ടാണ് മാധ്യമപ്രവർത്തകരുടെ ചോദിച്ച മാധ്യമങ്ങളെ ആക്ഷേപിക്കുക, അതുപോലെ താങ്കളെ ആക്ഷേപിക്കുക. യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ആളിന് ചേരുന്നതാണോ? അവൻ ആരായാലും ശരിയാ, കൊത്തി നുറുക്കും ഞാൻ. പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ തരത്തിലൊക്കെ. അല്ല, ഇത് ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. സുരേഷ് ഗോപി പറയുന്നതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കരുത്. അന്ന പരട്ട പന്നി മേല നിന്നെ പരിസരത്ത് കണ്ടുപോരുത്. കണ്ടതിന്റെ സ്വഭാവം അതേടോ, രണ്ടിലൊന്നും അറിയാൻ തന്നെ ഞാനും വന്നത്. ഇത് സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല. BJPക്ക് സംശയമുണ്ട്. കക്ഷി ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയാൽ മതി. ഈ വില്ലയിലെ വില്ലാതെ വില്ലനാ. അങ്ങനെ ഒരു വ്യക്തി പറയുന്ന കാര്യത്തിന്റെ ഓരോ സൂക്ഷ്മതലങ്ങളും നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ എന്താ പറയാ തൂക്കി നോക്കുന്നതിൽ അർത്ഥമില്ല. തനിക്ക് അവനെ അറിയാഞ്ഞിട്ടാ. അവനെ ആന്ത്രാക്സിനേക്കാൾ അപകടകാരിയാ. പക്ഷെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഒന്ന് വേഗം ആകട്ടെ കേശവൻകുട്ടി. അതായത് കാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് ജനപ്രതികൾ സംസാരിക്കുമ്പോൾ കുറേയും കൂടി സഭ്യമായിട്ട് അദ്ദേഹത്തിന് വേണേൽ അതിനോട് പ്രതികരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല. എന്നാ കാരണം വെച്ചാൽ അദ്ദേഹം ദീർഘകാലം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം വിരാജിച്ചത്. അദ്ദേഹത്തിന്റെ സിനിമ നടൻ എന്നുള്ള പരിവേഷമാണ് അദ്ദേഹത്തെ വിജയിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത്. നാറ്റ കേസ് തൽക്കാലം ആരോടും പറയണ്ട, അല്ലെങ്കിൽ അതിന് സഹായകരമായത്. അപ്പോൾ BJP അല്ലെങ്കിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ മീഡിയയുടെ ഇതിവൃത്തങ്ങളൊക്കെ അറിയാം. അപ്പൊ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ട് ഈ രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്താ ഇപ്പൊ ഇതിനൊരു പോംവഴി? നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഒരു പാമ്പ് കടി കൂടി പ്രതീക്ഷിച്ചോ? ഇനി നിങ്ങൾ മാധ്യമങ്ങൾ കൂടി വേണമെങ്കിൽ മത്സരിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുക്കാവുന്നതാണ്. കുറേയും കൂടി യുക്തിഭദ്രമായിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ ഒന്ന് ഗൈഡ് ചെയ്യാന്നാണ്. എന്നെ എന്തിനാണ് ഇതിന്റെ ഇടയിൽ പിടിച്ചിടുന്നത്? നമ്മുടെ സുഹൃത്തല്ലേ, നമ്മുടെ ഒരു ജനപ്രതിയല്ലേ, അദ്ദേഹത്തിന് ഇങ്ങനെ തള്ളിക്കളയേണ്ട കാര്യം ഉണ്ടാ? ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയെന്ന് കരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കും. ഇന്നലെ രാജ്യസഭയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേരളീയ സമൂഹത്തിലടക്കം രാജ്യത്താകെ വലിയ ചർച്ചയായിട്ടുണ്ട്. അതിലൊന്ന് BJP നിരയിൽ എമ്പുരാനിൽ കാണുന്നത് പോലെ ഒരു മുന്നേ കാണാമെന്ന് താങ്കൾ പറയുകയുണ്ടായി. ഒക്കെ വെറുതെ കേട്ടോ കുശുമ്പ്. അങ്ങനെ സംഭവിക്കും. അത് സ്വാഭാവികമായും ആ മുന്നേ ആരാണെന്നുള്ള നിലയിലേക്ക് ആളുകളിൽ ചില തോന്നലുകൾ വന്നത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ടോ? തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാമെന്നില്ല. ശരി. നേമത്തെ അക്കൗണ്ട് പൂട്ടിയതുപോലെ തൃശ്ശൂരെ അക്കൗണ്ടും കേരളത്തിൽ ഇടതുപക്ഷം പൂട്ടിക്കും എന്ന് താങ്കൾ ഇന്നലെ പറഞ്ഞു. സ്വാഭാവികമായും ഇതൊക്കെ രാഷ്ട്രീയമായ മറുപടിക്കപ്പുറം ചൊടിപ്പിക്കുന്നതിലേക്കായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുപോയത്.
എന്റെ ഓർക്കം പോയി. ഏറ്റവും രസകരമായൊരു കാര്യം, ഞാൻ മാത്രമല്ല പ്രതിപക്ഷ നിരയിലെ DMKയുടെ നേതാവ് തിരുച്ചി ശിവി ഉൾപ്പെടെ, സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ് ഉൾപ്പെടെ, അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്നലെ എഴുന്നേറ്റെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനൊരു ഓപ്പറേഷൻ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ സംശയമാണ് സർ. ജോൺ ബ്രിട്ടാസ് മുന്ന എന്നും ജൂദാസ് എന്നും 2 പേരുകളാണ് പറയുന്നത്. അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി ഇന്നലെ എഴുന്നേറ്റെന്ന് അവർ ചോദിക്കുന്നു. താൻ എന്ത് പറയുന്നു സർ? ഹോം സെക്രട്ടറി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ സുരേഷ് ഗോപിയാന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ രാഷ്ട്രീയ സംഭാഷണത്തില് പ്രതിപാദനത്തില് ചില ഇമേജസ് നമ്മൾ ഉപയോഗിക്കും സ്വാഭാവികമായിട്ടും. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? ഞാൻ യാത്ര വയ്ക്കാൻ വന്നാണ്. ഇങ്ങോട്ട് ഇവിടെ ഡ്രൈവർ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇപ്പം 30 വെള്ളിക്കാശിന് ജൂദാസ് കൊടുത്ത പോലെ എന്നൊക്കെ പറയാറുണ്ട്. അത് രാഷ്ട്രീയത്തിലൊരു പ്രയോഗമാണ്. പക്ഷേ മൂപ്പർക്ക് പെട്ടെന്ന് അങ്ങ് തോന്നി മൂപ്പറാണ് മുന്ന, മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി. കുഞ്ഞെ, ഞാൻ പറയാതെ കുഞ്ഞ് എവിടെയും പോകണ്ട. സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി. യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കി ജോർജ് കുര്യൻ കുറേ കൂടി ബുദ്ധിപരമായിട്ട് സീറ്റിൽ പതുങ്ങിയിരുന്നു. ഇനി അഥവാ മൂപ്പറ തല വിളിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പറ എഴുന്നേറ്റിട്ടേ ഇല്ല. സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനായതുകൊണ്ട് മൂപ്പർ വിചാരിച്ചത് മൂപ്പറെ കുറിച്ചാണ്, അല്ലെങ്കിൽ മൂപ്പറക്കൊരു തോന്നലുണ്ടായി അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റു. എടോ, മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിപിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. പ്രതിപക്ഷ നിരയിലെ ആൾക്കാരെല്ലാം പറഞ്ഞു അത് നിങ്ങളെ കുറിച്ചല്ലോ പറഞ്ഞു, നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എന്നിട്ടും അദ്ദേഹം ഏതൊക്കെയോ സിനിമകളുടെ പേര് പറയുന്നു, 51 വെട്ടിന്റെ കാര്യങ്ങൾ പറയുന്നു. കേരളത്തിൽ ഒരു സിനിമയെ നിരോധിക്കണമെന്ന് ഞാനും പറയില്ല, ഞാൻ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല. അതെ, നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വാക്ക് തീർക്ക് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. ശരിയാണ്. അതായത് സർഗാത്മകമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൽ ഇടേണ്ട ചില പടങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഞാനത് പറയാൻ തുടങ്ങിയതാ. ഒന്ന് പോയാ എനിക്ക് വേറെ പണിയുള്ളതാ. ചെല്ല്. കലാകാരൻ മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. താൻ വെറും കോതമ്പ്. തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി തിന്നും. ഈ രാഷ്ട്രീയ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ളത്, അതിനൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബ്രാൻഡ് അംബാസഡർ ആയെന്നുള്ള കാര്യവും നമ്മൾ മറക്കണ്ട. നീ ചെന്ന് അവനോട് നല്ല സുത്ത മലയാളത്തിൽ കാര്യം പറ. പക്ഷേ ആ സിനിമയൊക്കെ അവോളം ഇവിടെ കളിച്ച് ജനങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പൂച്ചക്കുഞ്ഞു പോലും അത് കാണാൻ പോയില്ലെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ. അയ്യോ വേണ്ട, ഇറങ്ങിയ പിന്നെ കേറത്തില്ല. പുള്ളിക്ക് കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇത് അപകടകരമായിട്ടുള്ള വഴിത്താരയിലൂടെയാണ് താൻ പ്രയാണം ചെയ്യുന്നതെന്ന്. അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായപ്പോൾ അദ്ദേഹം ട്രാക്ക് മാറ്റി. ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ 2 ദിവസം കഴിയുമ്പോൾ അത് മാറ്റിയേക്കാം സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്നുള്ളത് കറക്റ്റാണ്, പക്ഷേ ഗൗരവത്തിലെടുക്കരുത്. കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം. അദ്ദേഹത്തിനോട് നമ്മളൊരു സഹാനുഭൂതി നമ്മൾ പ്രകടിപ്പിക്കണം. എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാ കൊള്ളാന്നുണ്ട്. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. അതോർത്ത് വിഷമിക്കണ്ട. അത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു മുന്ന ഗോപി എന്നുള്ളൊരു പേര് വീഴുന്നതിന് പോലും ഇന്നലത്തെ രാജ്യസഭയിലെ ചർച്ച ഇടവരുത്തി. ഇയാളൊരു പുല്ല് കളിക്കാറില്ല. അവനെ ചുട്ടതും കരിച്ചതും കയത്തിൽ കെട്ടി താഴ്ത്തതും ഞാനല്ല.